18 മലകളിലും അയ്യപ്പന്മാരുടെ പർണശാലകളുണ്ട്. കാത്തിരിപ്പിന് ശരണകീർത്തനങ്ങളുടെ അകമ്പടിയുണ്ട്. അതിനൊരു താളമുണ്ട്. ആ താളവും ഉടുക്കുകൊട്ടിൻ്റെ താളത്തിലൊക്കെ അങ്ങനെ എല്ലായിടങ്ങളിൽ നിന്നും ശരണമന്ത്രങ്ങൾ മുഴങ്ങുകയാണ്. അതിവേഗത്തിലാണ് വലിയ നടപ്പന്തലിലൂടെ ആ തിരുവാഭരണ പേടകവാഹക സംഘം കടന്നു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിൻ്റെ അകമ്പടിയുണ്ട്. ആ തിരുവാഭരണ പേടകവാഹക സംഘത്തിൻ്റെ അവരെ ആനയിച്ച് 18-ാം പടിയിലെ അടുത്തേക്ക് കൊണ്ടുവരുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പുകൾക്ക് സമാപനമായിരിക്കുന്നു. വലിയ നടപ്പന്തലിൽ ആ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലെത്തിയ പേടകവാഹക സംഘത്തിലെ അംഗങ്ങൾ അതൊന്ന് തലയിൽ വെച്ച് കറക്കി നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് 2-ാമത്തെ 3-ാമത്തെ പേടകം. തന്ത്രി പ്രത്യേകമായി പൂജിച്ച് നൽകുന്ന മാല ധരിച്ചാൽ അവർക്ക് 18-ാം പടി കയറി വരാം. അത് മകരവിളക്ക് ദിവസം മഹാദീപാരാധനയ്ക്ക് മുമ്പ് മാത്രം കാണുന്ന ആ കാഴ്ചയാണ്. ഏതായാലും അങ്ങനെ ആ പ്രത്യേക മാലകൾ ധരിച്ച വാദ്യമേളങ്ങളായി പോയ ആളുകൾ, പ്രതിനിധികളടക്കമുള്ള ആളുകൾ 18-ാം പടി കയറിയിരിക്കുന്നു. 3 പേടകങ്ങളും 18-ാം പടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1-ാമത്തെ പേടകം 18-ാം പടിക്ക് ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ തിരുവാഭരണ പേടകവാഹക സംഘത്തിനെ പന്തളം കൊട്ടാരത്തിൽ നിന്നും നയിക്കുന്ന ആ കുളത്തിനാൽ ഗംഗാധരൻ പിള്ള, അദ്ദേഹം ചില ആരോഗ്യ കാരണങ്ങളാൽ ഇത്തവണ സംഘത്തിനൊപ്പമില്ല. അദ്ദേഹത്തിന്റെ മകൻ കുളത്തിനാൽ ഉണ്ണികൃഷ്ണന്റെ ശിരസിലേക്ക് ആ തിരുവാഭരണ പേടകം 1-ാമത്തെ പ്രധാന പേടകം മാറിയിരിക്കുകയാണ്. ആ ചരങ്കുത്തിയിൽ നിന്ന് വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ പേടകം ശിരസിലെത്തിയ പേടകവാഹക സംഘാംഗത്തിൽ നിന്നും ആ 1-ാമത്തെ പ്രധാനപ്പെട്ട പേടകം കുളത്തിനാൽ ഉണ്ണികൃഷ്ണന്റെ ശിരസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം ആ ശിരസിലേറ്റത്. അദ്ദേഹം തന്നെ 18-ാം പടിയുടെ ചുവട്ടിലേക്ക് എത്തുകയാണ്. നമ്മൾ ആ ഏറ്റവും അധികം ആളുകൾ കാത്തിരുന്ന അസുലഭമായ ആ കാത്തിരുന്ന നിമിഷങ്ങളാണ്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകം 18-ാം പടി കയറുകയാണ്. 18 മലകളെ സൂചിപ്പിക്കുന്ന, ശബരിമലയിലെ 18 മലകളെ സൂചിപ്പിക്കുന്ന 18 മലകളെ സൂചിപ്പിക്കുന്ന 18 പടികളും കയറി 1-ാമത്തെ പേടകം മുകളിലേക്ക് തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുന്നു. തൊടുമര ചുവട്ടിൽ നിന്ന് മേൽശാന്തി തിരുവാഭരണം ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചാർത്താനുള്ള ആഭരണങ്ങൾ അടങ്ങിയ പ്രധാന പേടകം ശ്രീകോവിലിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിക്ക് മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമല സന്നിധാനത്ത് കാത്തിരിപ്പിനൊടുവിൽ, ദിവസങ്ങളുള്ള കാത്തിരിപ്പിനൊടുവിൽ, മാസങ്ങളുള്ള കാത്തിരിപ്പിനൊടുവിൽ അതാ മകരവിളക്ക് ദൃശ്യമായി. ആ 3 തവണ മിന്നിമറഞ്ഞ മകരവിളക്കിന്റെ ദർശന പുണ്യമേകിക്കൊണ്ട് അയ്യപ്പ ഭക്തർ അല്പസമയത്തിനകം മലയിറങ്ങി തുടങ്ങും. ಇದು ಏಷ್ಯಾನೆಟ್ ನ್ಯೂಸ್ ನೆಟ್ವರ್ಕ್ ಪ್ರಸ್ತುತಿ. ನೀವು ನೋಡ್ತಿದ್ದೀರಾ ಏಷ್ಯಾನೆಟ್ ಸುವರ್ಣ ನ್ಯೂಸ್.